ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അദീനാസ് എൻക്ലേവ്. ഇന്ന് ക്ലോത്ത് വെച്ചിട്ട് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫ്ലവർ എങ്ങനെ ചെയ്യാം എന്നുള്ള ട്യൂട്ടോറിയലായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ക്ലോത്തിൽ നിന്ന് ഒരു റൗണ്ട് പീസും ഒരു സൂചി നൂലുമാണ്. ദെൻ ഈ ക്ലോത്തിൻ്റെ എഡ്ജസ് ഇന്നർ പോർഷനിലേക്ക് ഒരു 1/4 ഇഞ്ചോളം മടക്കി കൊടുക്കുക. എന്നിട്ട് ആ ഇന്നർ പോർഷനിൽ നിന്ന് തന്നെ നമ്മുടെ സൂചി കുത്തിയെടുത്ത് നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇന്നർ പോർഷനിൽ നിന്ന് തന്നെ കുത്തിയെടുക്കുകയും വേണം, അതുപോലെ തന്നെ അവിടെ തന്നെ അവസാനിക്കുകയും വേണം. ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഹാറ്റ് ക്ലിപ്പിലും ചെയ്തത്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു കാർഡ്ബോർഡ് പീസും അതുപോലെ തന്നെ ഒരു ബോട്ടിൽ ക്യാപ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് മാത്രം. ബട്ട് അതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഹാറ്റ് ക്ലിപ്പിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ കണ്ടോ, ഇതുപോലെ നമ്മൾ കുത്തിയെടുത്ത്, അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ നമ്മുടെ സ്റ്റിച്ചിങ് അവസാനിച്ചിട്ടുണ്ട്. ഇനി ഈ 2 നൂലും നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ വലിക്കുകയാണ്. അതായത് ഈ എല്ലാ ഭാഗവും കൂടി ചേരുന്നത് പോലെ, ഈ തുന്നിയ എല്ലാ ഭാഗങ്ങളും കൂടി ചേരുന്ന പോലെ ഇങ്ങനെ വലിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. കണ്ടോ, ഏകദേശം ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് ആയി. ഇനി ആ നൂല് രണ്ടും കൂടി കെട്ടി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഉള്ളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് ഈ സ്റ്റിച്ച് പുറത്തേക്ക് കാണില്ല. എന്നാലും കെട്ടിയതിന് ശേഷം ആവശ്യമില്ലാത്ത പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ സൂചി തന്നെ വെച്ചിട്ട് നമ്മൾ ഈ നൂല് അപ്പുറത്തെ പോർഷനിലേക്ക് കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ മേലെ തന്നെ ചെറുതൊരെണ്ണം ഇതേപോലെ ഫ്ലവർ ഉണ്ടാക്കി അറ്റാച്ച് ചെയ്യാം. അതുപോലെ തന്നെ ബീഡ്സ് വെച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ഒരു മെത്തേഡിൽ ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ ഫ്ലവറും കൂടി ഞാൻ ചെയ്യുന്ന ഡ്രസ്സിന് മാച്ചായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചെറുത്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ച് ഞാനൊരു ക്ലിപ്പാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതിന് ഞാൻ ഒരു ബീഡും കൂടി, അതായത് ഡ്രസ്സിൽ കൊടുത്തിരിക്കുന്ന ഒരു ബീഡ് കൂടി ഇതിൽ കൊടുക്കുന്നുണ്ട്. ഇത് കുട്ടികളുടെ ഡ്രസ്സിൽ വയ്ക്കാൻ മാത്രമല്ല, നമുക്ക് വലിയവരുടെ ഡ്രസ്സിലായാലും ഇത് ഇങ്ങനൊരു മെത്തേഡിൽ നമുക്ക് പല ഫ്ലവേഴ്സ് ഉണ്ടാക്കി വയ്ക്കാം. അതുപോലെ ബോട്ടിൽ ആർട്ടിന് യൂസ് ചെയ്യാം, ഹെയർ ബാൻഡ്സ് ഉണ്ടാക്കാം മാച്ചിന്, അങ്ങനെ പല യൂസ് ഉണ്ട്. ഇത് ജസ്റ്റ് ഈ ഒരു ഫ്ലവർ നമുക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം, വീട്ടിൽ DIYs ചെയ്ത് വെക്കാം, ഹോം ഡെക്കേഴ്സ്. ഞാനിവിടെ 2 ക്ലിപ്പാണ് ചെയ്തിട്ടുള്ളത്. ഗൺ ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്തതാണത്. പിന്നെ അത് കൂടാതെ ഞാൻ ഇതുപോലെ ഫ്ലവേഴ്സ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഡ്രസ്സും അതുപോലെ ഹെയർ ബാൻഡ്സ്, ബോട്ടിൽ ആർട്ടൊക്കെ ഇതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.